ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് 60,000 രൂപയ്ക്ക് താഴെ നമുക്ക് ബിൽഡ് ചെയ്യാൻ പറ്റിയ AMD ബേസ്ഡ് PC ബിൽഡാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു PCയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് സ്ട്രീമിംഗ് ചെയ്യാം, അതുപോലെ തന്നെ നമുക്ക് 1080p എഡിറ്റിംഗ് ഒക്കെ വളരെയധികം സ്മൂത്ത് ആയിട്ട് റൺ ചെയ്യാൻ പറ്റിയ, ഫ്യൂച്ചറിലൊക്കെ അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റിയ വളരെയധികം പവർഫുൾ ആയ ഒരു PCയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. സോ എന്തിനായാലും നമ്മുടെ PC ബിൽഡോട്ട് പോകും. സോ ആദ്യം തന്നെ നമ്മൾ ഈ ഒരു PC ബിൽഡ് യൂസ് ചെയ്യുന്ന പ്രൊസസ്സർ എന്ന് പറയുന്നത് AMDയുടെ Ryzen 7 5700G എന്ന് പറയുന്ന ഒരു APU പ്രൊസസ്സറാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇതിൽ നമുക്ക് 8 കോറും 16 ത്രെഡുമാണ് വരുന്നത്. ബേസ് ക്ലോക്ക് വരുന്നത് 3.8 GHz, ബൂസ്റ്റ് ക്ലോക്ക് വരുന്നത് 4.60 GHz ആണ്. അപ്പോൾ നമുക്ക് ഈ ഒരു പ്രൊസസ്സറിനകത്ത് ഇൻബിൽഡ് ആയിട്ട് റേഡിയോൺ വേഗ 8 ഗ്രാഫിക്സ് വരുന്നുണ്ട്. അതായത് നമ്മൾ GT 1030യേക്കാളും നല്ല രീതിക്ക് ബെറ്ററായി പെർഫോം ചെയ്യുന്ന ഒരു ഗ്രാഫിക്സ് ആണ് റേഡിയോൺ വേഗ 8 ഗ്രാഫിക്സ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമുക്ക് സ്ട്രീമിങ്ങിനോ അല്ലെങ്കിൽ നമ്മൾ GTA 5 റോൾ പ്ലേ കളിക്കാനോ അല്ലെങ്കിൽ കോൾ ഓഫ് ഡ്യൂട്ടി വാർസോണൊക്കെ ഒരു 50 to 60 FPS വരെ നമുക്ക് മീഡിയം ടു ലോ സെറ്റിംഗ്സിൽ നമുക്ക് ഈ ഒരു പ്രൊസസ്സറിന് ഇൻബിൽഡ് വരുന്ന ഗ്രാഫിക്സിൽ കിട്ടുന്നതാണ്. അപ്പോൾ വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ഗ്രാഫിക്സ് തന്നെയാണ്. അത് നമ്മൾ GT 1030യേക്കാളും എന്തുകൊണ്ടും സുപ്പീരിയർ ആയിട്ടുള്ളൊരു ഗ്രാഫിക്സ് തന്നെയാണ് ഈ ഒരു പ്രൊസസ്സറിനകത്ത് ഇൻബിൽഡ് വരുന്നത്. സോ ഈ ഒരു പ്രൊസസ്സർ 8 കോർ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇതിനകത്ത് ലിക്വിഡ് കൂളർ കൂടി ഇൻക്ലൂഡ് ചെയ്താൽ പറ്റത്തുള്ളൂ. കാര്യം എന്ന് വെച്ചാൽ നമുക്ക് ഇൻബിൽഡ് വരുന്ന കൂളർ ഒരിക്കലും സഫീഷ്യൻ്റ് ആയിരിക്കില്ല. കാര്യം പെർഫോമൻസ് കുറച്ച് ഡൗൺ ആവുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ലിക്വിഡ് കൂളർ 240mm അല്ലെങ്കിൽ 360mm ഏതെങ്കിലും ഒരു കൂളർ മാസ്റ്ററിൻ്റെ ഡീപ്പ് കൂളിൻ്റെ ഏതെങ്കിലും നിങ്ങൾക്ക് ബഡ്ജറ്റിൽ വരുന്ന ഒരു ലിക്വിഡ് കൂളർ ചൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് പെർഫോമൻസ് തീർച്ചയായിട്ടും ബൂസ്റ്റ് ആവുന്നതായിരിക്കും. അതായത് നമ്മൾ CPU ഓവർ ഹീറ്റൊന്നും ആവുന്നതായിരിക്കില്ല. അപ്പോൾ നമുക്ക് മാക്സിമം ഒരു ഗെയിമിങ്ങോ അല്ലെങ്കിൽ സ്ട്രീമിങ്ങിനൊക്കെ വളരെയധികം സ്മൂത്ത് ആയിട്ട് ഈ ഒരു പ്രൊസസ്സർ ഹാൻഡിൽ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ മസ്റ്റായിട്ടും ലിക്വിഡ് കൂളർ ചൂസ് ചെയ്യണം. സോ അടുത്ത നമ്മളിവിടെ യൂസ് ചെയ്യാൻ പോകുന്ന മദർ ബോർഡ് എന്ന് പറയുന്നത് ഗിഗാബൈറ്റിൻ്റെ B550 DS3H AC എന്ന് പറയുന്ന ഒരു മദർ ബോർഡാണ്. ഇതിനകത്ത് നമുക്ക് ഇൻബിൽഡ് ആയിട്ട് വൈഫൈ വരുന്നുണ്ട്, അതുപോലെ തന്നെ 4 RAM സ്ലോട്ട് വരുന്നുണ്ട്, PCI Gen 4ൻ്റെ 2 NVMe സ്ലോട്ട് വരുന്നുണ്ട് സ്റ്റോറേജിന് വേണ്ടിയിട്ട്. അതുപോലെ തന്നെ നമുക്ക് ഇതിനകത്ത് RGB ഫ്യൂഷൻ ഇൻബിൽഡ് വരുന്നുണ്ട്. അതായത് നമ്മൾ LED സ്ട്രിപ്സ്, RGB ഫാൻസ് ഒക്കെ നമുക്ക് ത്രൂ ഈ മദർ ബോർഡ് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതാണ് RGB ഫ്യൂഷൻ എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയർ യൂസ് ചെയ്തുകൊണ്ട്. സോ അടുത്തവിടെ യൂസ് ചെയ്യാൻ പോകുന്ന റാം എന്ന് പറയുന്നത് 8 XPG ഗ്യാമിക്സിൻ്റെ 8GB റാമാണ്, 3200 MHz റാമാണ്. അപ്പോൾ നമ്മളിവിടെ 2 RAM സ്റ്റിക്സ് മസ്റ്റായിട്ട് യൂസ് ചെയ്തേ പറ്റത്തുള്ളൂ. കാര്യം നമുക്ക് വേഗ 8 ഗ്രാഫിക്സ് മാക്സിമം നമ്മൾ യൂട്ടിലൈസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഡുവൽ RAM സ്ലോട്ട് യൂസ് ചെയ്തേ പറ്റത്തുള്ളൂ. അതുകൊണ്ട് 2 8GB സ്റ്റിക്സ് ആണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. 8x8 16GB ആണ് ടോട്ടൽ ഇവിടെ യൂസ് ചെയ്യുന്നത്. അടുത്ത സ്റ്റോറേജിന് വേണ്ടി ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് 8 XPG ഗ്യാമിക്സിൻ്റെ S5 എന്ന് പറയുന്ന 256GB സ്റ്റോറേജാണ്. M.2 NVMe ആണ് ചൂസ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ റീഡ് ആൻഡ് റൈറ്റ് സ്പീഡ് വരുന്നത് 2100 1500 MB ആണ് ഈ ഒരു NVMeയുടെ റീഡ് ആൻഡ് റൈറ്റ് സ്പീഡ് വരുന്നത്. അതിനോടൊപ്പം തന്നെ 1 TB Seagate ബാരക്കോടെ ഹാർഡ് ഡിസ്ക് കൂടി ഇൻക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അത്യാവശ്യം ഗെയിംസൊക്കെ സ്റ്റോർ ചെയ്യാനും നമ്മൾ കണ്ടൻറ് ക്രിയേറ്റ് ഒക്കെ ചെയ്യുകയാണെങ്കിൽ പോലും നമുക്ക് വീഡിയോ ഫയൽസൊക്കെ ഒരുപാട് നമുക്ക് ഇതിനകത്ത് വളരെ ഈസി ആയിട്ട് സ്റ്റോർ ചെയ്യാൻ സാധിക്കുന്നതാണ്. 7200 RPM ആണ് 1 TB Seagate ബാരക്കോടെ ഹാർഡ് ഡിസ്ക് സ്പീഡ് വരുന്നത്. അടുത്ത നമ്മളിവിടെ പവർ സപ്ലൈ ചൂസ് ചെയ്തിരിക്കുന്ന 650 വാട്ടിൻ്റെ 80+ ബ്രോൺസ് പവർ സപ്ലൈ ആണ്. സോ എന്തുകൊണ്ട് 650 വാട്ടിൻ്റെ പവർ സപ്ലൈ ചൂസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഫ്യൂച്ചറിൽ നമുക്ക് ഈ ഒരു PCക്കകത്ത് നമുക്ക് ഗ്രാഫിക്സ് കാർഡ് RTX 3070 അല്ലെങ്കിൽ 3080 Ti ഒക്കെ നമുക്ക് വളരെ ഈസി ആയിട്ട് പെയർ ചെയ്യാൻ പറ്റും. കാര്യം ഇതൊരു 8 കോർ CPU ആയതുകൊണ്ട് തന്നെ നമുക്ക് ബോട്ടിലിനൊക്കെ ഒന്നും വരുന്നില്ല. അതുകൊണ്ട് 650 വാട്ടിൻ്റെ പവർ സപ്ലൈ കുറച്ച് ഫ്യൂച്ചർ പ്രൂഫാണ്. ഈ ഒരു ഗ്രാഫിക്സ് കാർഡ് നമുക്ക് വളരെ ഈസി ആയിട്ട് പെയർ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഒരു പ്രോ ലെവൽ സ്ട്രീമിംഗ് ഒക്കെ ചെയ്യണമെങ്കിൽ അപ്ഗ്രേഡ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു PCയിൽ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. സോ അടുത്ത നമുക്ക് അത്യാവശ്യം എയർ ഫ്ലോ ഉള്ളൊരു ക്യാബിനറ്റ് ആൻടെക്കിൻ്റെ ICE 280TG എന്ന് പറയുന്നൊരു ക്യാബിനറ്റ് യൂസ് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് കൂളർ മാസ്റ്ററിൻ്റെ അങ്ങനെ ഏതെങ്കിലും ബ്രാൻഡിൻ്റെയൊക്കെ അത്യാവശ്യം എയർ ഫ്ലോ വരുന്ന ഒരു ക്യാബിനറ്റ് ചൂസ് ചെയ്യുന്നതാണ് എന്തുകൊണ്ടും ബെറ്റർ ആയ ഓപ്ഷൻ. സോ ഇതൊരു 8 കോർ CPU ആയതുകൊണ്ട് തന്നെ നമുക്ക് 1080p എഡിറ്റിംഗ് ഒക്കെ വളരെയധികം സ്മൂത്ത് ആയിട്ട് റൺ ആവുന്നതായിരിക്കും. അതുപോലെ തന്നെ നമുക്ക് സ്ട്രീമിങ്ങും ഈ ഒരു പ്രൊസസ്സർ അത്യാവശ്യം പവർഫുൾ ആയ ഒരു പ്രൊസസ്സർ ആയതുകൊണ്ട് തന്നെ നമുക്ക് സ്ട്രീമിങ്ങും ചെയ്യാൻ സാധിക്കും. അതായത് നമുക്കൊരു 720p ലോ സെറ്റിംഗ്സിൽ അല്ലെങ്കിൽ മീഡിയം പ്രീസെറ്റ് സെറ്റിംഗ്സിലൊക്കെ സ്മൂത്ത് ആയിട്ട് സ്ട്രീം ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ വളരെയധികം ഫ്യൂച്ചർ പ്രൂഫ് ആയിട്ട് കൂടിയുള്ള ഒരു പ്രൊസസ്സറാണ് ഇത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടും തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് അടിക്കുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നതായിരിക്കും. Unstoppable. Don't be afraid to show what